ായിട്ട് നേടും. ആ നേട്ടത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നടത്തിയ എല്ലാ ശ്രമങ്ങളെയും ജനങ്ങൾ ഫലപ്രദമായി രാഷ്ട്രീയ ഉത്ഭുതതയോടെ നേരിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. രാഷ്ട്രീയത്തിന് പകരം അശ്ലീലവും അതുപോലെ തന്നെ ബലപ്രയോഗത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വോട്ട് സംഭരിക്കാനുള്ള ശ്രമങ്ങളുമെല്ലാം കേരളത്തിലെ ജനങ്ങൾ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ നിരാകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലുടനീളം കാണാൻ കഴിയുന്നതാണ്. തീർച്ചയായും കേരളം ഐതിഹാസികമായ നേട്ടം ഉണ്ടാക്കാൻ പോവുകയാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെയും കേന്ദ്രം എടുത്തുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വ അനുകൂലവും ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളിമാരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അദാനിമാരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള സംഘടനാപരവും ഭരണപരവും വർഗപരവുമായ നിലപാടുകളെല്ലാം ജനങ്ങൾ നല്ലതുപോലെ തുറന്നു കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് കേരളത്തിലുണ്ടാവാൻ പോകുന്ന ഈ വിജയം ഭാവി ഇന്ത്യയുടെ നിർണായകമായ ഘട്ടങ്ങളിൽ ഇടതിൻ്റെ ശബ്ദം രാജ്യത്താകെ ഉയർത്തുന്നതിന് ഫലപ്രദമായിട്ട് കഴിവുള്ള ശേഷിയുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രമുഖരായ നേതാക്കളെയാണ് കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ എന്ന രീതിയിൽ നിശ്ചയിച്ചിട്ടുള്ളത്. അവരാ രീതിയിലുള്ള ദൗത്യം ഏറ്റെടുത്ത് കേരളത്തിൻ്റെ ശബ്ദം കഴിഞ്ഞ 5 വർഷം കേരളവിരുദ്ധമായിരുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി കേരളത്തിൻ്റെ ശബ്ദം അതിശക്തമായ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന എംപിമാരാവാൻ പോകുന്ന നമ്മുടെ സ്ഥാനാർത്ഥികളാവും എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇതിനടിസ്ഥാനപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിർണായകമാണ്. മുഴുവൻ ആളുകളും വോട്ട് രേഖപ്പെടുത്താനുള്ള ആവേശത്തിലാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത്. ഞാനിപ്പോൾ ഇവിടെ മൊറാഴ സെൻട്രൽ UP സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. എല്ലാവരും നല്ല ക്യൂ അവിടെയെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തിരഞ്ഞെടുപ്പ് ഉത്സവത്തിൽ എല്ലാവരും ജാഗ്രതയായി പങ്കെടുത്തുകൊണ്ടിരിക്കുക. എല്ലാവർക്കും ഈ സന്ദർഭത്തിൽ ആശംസകൾ നേരുക. ആ വിവാദത്തിലൊന്നും യാതൊരു കാര്യമില്ല. അതിന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. അതിൻ്റെ അപ്പുറത്ത് കാണാൻ പുറപ്പെടണ്ട. ആരായാലും ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലക്ക് എല്ലാ ആയുധവും ഉപയോഗിക്കും. അതിപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായിട്ട്, പാർട്ടിക്കെതിരായിട്ട്, ഗവൺമെൻറ്റിനെതിരായിട്ട്, പാർട്ടി നേതാക്കൾക്കെതിരായിട്ട് ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള നിരവധിയായ പ്രചരണങ്ങളും ആക്ഷേപങ്ങളും എല്ലാം ഉന്നയിക്കുന്നുണ്ട്. ആ ഉന്നയിക്കുന്നതിനൊക്കെ ഞങ്ങൾ കാണുന്നത് ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയുടെ ഭാഗവും 26-ാം തീയതി വരെ ആയുസുള്ളതുമായ കാര്യമാണ്. 26 ഇന്നിപ്പോൾ രാവിലെയാണല്ലോ. അതിൻ്റെ അവസാനം വൈകുന്നേരം ആകുമ്പോഴേക്ക് വരികയും ചെയ്യും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം ചർച്ച ചെയ്യേണ്ട പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല. കാരണം അതെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഇടതുപക്ഷ വിരുദ്ധ നിലപാടിൻ്റെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി. അല്ല, ഞാനിപ്പോൾ അതിനെപ്പറ്റിയെല്ലാം വിശദീകരിക്കുന്നത് എല്ലാം തന്നെ കാണുന്നതിനിപ്പോൾ ആരെങ്കിലും കാണുന്നു. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് വരുമ്പോൾ ജാവേദ് കണ്ടായിരുന്നു അവിടെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വഴിക്ക് അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ വഴിക്ക് അദ്ദേഹത്തെ കണ്ടു എന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? എനിക്ക് പരിചയമൊന്നുമില്ല. ഞാനും അപ്പോൾ പിന്നീട് അന്വേഷിച്ചു പറഞ്ഞത് അതാണ് ജാവേദ്കർ. ഒരു കാര്യമില്ല. അങ്ങനെ പലയാളും വരുമ്പോൾ പലയാളും കാണും. അതുകൊണ്ട് അത് ആണ് ഇതിൻ്റെ തെളിവ്. ഇതൊന്നുമല്ല. ഇത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഓരോ പുതിയ മാർഗം നിങ്ങൾ കണ്ടുപിടിക്കുകയാണ്. അത്രയേ ഇതിനെ കാണൂ. ഞാൻ മലയാളത്തിലാണ് നിങ്ങളോട് ഇത്രയേരം പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവണ്ട. CPIM-നെതിരായി അത് CM പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ ഞാനിതിൽ അതിൻ്റെ മേലെ കയറി പറയേണ്ട കാര്യം. വളരെ വ്യക്തതയോട് ഞാൻ പറയുകയാണ്. CPM-നെതിരായിട്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട്, കൺവീനർക്കെതിരായിട്ട്, പാർട്ടിക്കെതിരായിട്ട്, ഗവൺമെൻറ്റിനെതിരായിട്ട്, മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഒക്കെ നിരന്തരമായിട്ട് കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ, വാർത്താ ശൃംഖലകൾ, അതിൽ പറ്റുന്ന ഒരു നിരവധിയായ ഈ ഫ്രോഡായിട്ട് നടക്കുന്ന ആളുകൾ. ഇവരുടെ എല്ലാം തന്നെ വാചകങ്ങളും വാക്കുകളെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ് എന്ന് പൊതുവായ തത്വത്തിൻ്റെ ഭാഗമായിട്ട് കണ്ട് തള്ളിക്കളയണം. അതാ ഞാൻ ഉദ്ദേശിക്കുന്നത്. ചോദിച്ചോ. ആരെ കാണുന്നതിൽ കുഴപ്പം? അത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒപ്പം നമ്മളെല്ലാം സഞ്ചരിക്കുന്ന എല്ലാ മേഖലയിലും ആരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇന്നലെ മിനിഞ്ഞാന്ന് മനോരമയില്ലേ, മനോരമേൻ്റെ അകത്ത് മിനിഞ്ഞാന്ന് മനോരമയിൽ ഞാനും അതുപോലെ തന്നെ എം എം ഹസനും അത് തിരുവനന്തപുരത്ത് BJP നേതാവ് കൃഷ്ണദാസുമല്ലേ ഉണ്ടായിരുന്നത്. വളരെ സൗഹൃദമായിരുന്നു. പക്ഷെ കർശനമായ അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു. അതിനെന്തെങ്കിലും തർക്കം? കർശനമായ അഭിപ്രായ വ്യത്യാസമുണ്ട്, നല്ല സൗഹൃദമുണ്ട്. വ്യക്തിപരമായ സൗഹൃദമല്ല ഇവിടെ പ്രശ്നം. ഇവിടെ വളരെ പ്രധാനപ്പെട്ടത് രാഷ്ട്രീയമാണ്, നിലപാടാണ്. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. നിലപാടാണ് പ്രശ്നം, രാഷ്ട്രീയമാണ് പ്രശ്നം. ആ രാഷ്ട്രീയം കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു പോകുന്ന നിലയാണ് CPIM കൈകാര്യം ചെയ്യുന്നത്. അല്ല, എല്ലാം ഗൂഢാലോചനയാണ്. എങ്ങനെയാണ് ഗൂഢാലോചന വരുന്നത്? CPM-നെതിരായിട്ട് ഗവൺമെൻറ്റിനെതിരായിട്ട് ചമക്കുന്ന എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ പിന്നിൽ വർഗപരമായ അതുപോലെ തന്നെ രാഷ്ട്രീയമായ ഗൂഢ ഉദ്ദേശങ്ങളുണ്ട്. അത്രയേ ഉള്ളൂ കാര്യം. അത് എത്രത്തോളമാണെന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം മനസ്സിലാക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനൊന്നും പറയുന്നില്ല അതിനെപ്പറ്റി. അദ്ദേഹത്തിൻ്റെ ഒന്നും വർത്തമാനത്തിന് മറുപടി തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. AK ആന്റണിയെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിനോട് പ്രതികരിച്ചിട്ടില്ല. എന്താ പ്രതികരിക്കാതിരുന്നത്? ഇമാതിരി ഫ്രോഡിനോടെല്ലാം എന്ത് പ്രതികരിക്കാൻ? എന്നാൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ പരിശോധിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് നന്ദകുമാറിൻ്റെ വക്കാലത്ത് പിടിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല. ഞാൻ അന്നും പറഞ്ഞത് ഇതാണ്, അദ്ദേഹത്തെ പോലുള്ള ഒരാളെ വിശ്വസിക്കാൻ പറ്റില്ല, എന്തും പറയും. പക്ഷേ അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അത് രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമായതുകൊണ്ടാണ് അന്ന് പറഞ്ഞത്. അല്ല, സൗഹൃദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാനും നിങ്ങളും തമ്മിൽ നല്ല സൗഹൃദമല്ലേ അല്ലേ? എത്ര കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പത്രം ഏതാ? മീഡിയ വണ്ണം ഞാനും തമ്മിൽ സൗഹൃദം എന്ന് പറയാൻ പറ്റുമോ? മീഡിയ വണ്ണുകാരനും ഞാനും തമ്മിൽ സൗഹൃദമാണ്. ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളാണ്. അതിൻ്റെ അപ്പുറത്ത് കടന്നിട്ട് അതിനെ ഞാൻ പറഞ്ഞു നിലപാടാ പ്രശ്നം, രാഷ്ട്രീയ പ്രശ്നം. അപ്പോൾ രാഷ്ട്രീയ നിലപാടും പ്രശ്നങ്ങളും കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു പോകണം. അത് രണ്ടും വേർതിരിച്ച് കാണണം. ശിവനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അതിനിടയിൽ ഒരു നന്ദികേടിന്റെ കാര്യം ദിനേശ് ഹരിപ്പാട് അറിയിക്കുന്നു. ഹരിപ്പാട് ഒരു ബൂത്തിൽ വയ്യാത്തൊരു അപ്പച്ചനെ ഏതോ പാർട്ടിക്കാർ വോട്ട് ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നു. വോട്ട് ചെയ്ത് ഇറങ്ങിയപ്പോൾ കൊണ്ടുവന്ന ഒരു മുങ്ങിക്കളഞ്ഞു. ഏതായാലും ഞാൻ അദ്ദേഹത്തെ വീട്ടിലെത്തിച്ചു. ദിനേശ്, നല്ല കാര്യം. പക്ഷെ അങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല. രാഷ്ട്രീയ പാർട്ടികൾ വോട്ടർമാരെ അങ്ങനെ കൊണ്ടുവരാൻ പാടില്ല. കാര്യം അത് ആരെങ്കിലും ശ്രദ്ധിച്ചപ്പോൾ മുങ്ങിക്കളഞ്ഞായിരിക്കും അല്ലേ?